കേരളമടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. കേരളത്തിൽ മെയ് 16-ന് വോട്ടെടുപ്പ്, മെയ് 19-ന് ഫലം പ്രഖ്യാപിക്കും. തമിഴ്നാട്, പുതുച്ചേരി വോട്ടെടുപ്പുകളും മെയ് 16-ന് തന്നെ. പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് 6 ഘട്ടമായി നടത്തും. ആസാമിൽ വോട്ടെടുപ്പ് 2 ഘട്ടമായി. 5 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ന്യൂസ് സർവീസിന്റെ ആദ്യ ചർച്ച. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, CPM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ്, BJP നേതാവ് ശ്രീ VV രാജേഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ എന്നിവർ. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, മെയ് 16-നാണ് തെരഞ്ഞെടുപ്പ്. അതായത് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 3 ആഴ്ചയെങ്കിലും കഴിഞ്ഞേ തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളൂ. ഈ ഓടി നടന്നുള്ള ഉദ്ഘാടന മഹാമഹങ്ങളൊക്കെ വെറുതെ ആകുമോ? അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ തീയതി സൗകര്യപ്രദമാണ് കേരള ജനതയ്ക്ക് എന്നുള്ളതാണ്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ചർച്ചയിൽ KPCCയുടെ തീരുമാനം പറഞ്ഞത് ഒന്നുകിൽ ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യം, 10 ദിവസം കൂടെ അധികം പോയി എന്നുള്ളത് ഒഴിച്ചാൽ സൗകര്യപ്രദമായിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. കാലാവസ്ഥയൊക്കെ ഒരുവിധം അധിക ചൂടിൽ നിന്ന് മാറി കുറച്ച് മഴ വരാവുന്ന ഒരു സമയത്തേക്ക് വരുന്നു. അധിക ചൂട് പൊളിറ്റിക്കൽ പാർട്ടികൾ സൃഷ്ടിച്ചാൽ പോലും അതിനെ ശാന്തമായി കാണത്തക്ക രീതിയിൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സമയം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഈ സമയം ഒരു വ്യത്യാസമില്ല. ഞങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കെല്ലാം കുറച്ചുകൂടി ഒരു സാവകാശം കിട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ തീയതി തീരുമാനിച്ചു എന്നാണോ ഇപ്പോൾ കരുതേണ്ടത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങൾ ഏത് സമയമായാലും, ഏപ്രിൽ അവസാനമാണെങ്കിലും മെയ് ആദ്യമാണെങ്കിലും തെരഞ്ഞെടുപ്പിന് KPCC തയ്യാറായിരുന്നു. ഞങ്ങൾ അതിവേഗം ബഹുദൂരം ഭരണത്തിൽ മാത്രമല്ല പാർട്ടി പ്രവർത്തനത്തിലും KPCC നേതൃത്വം ശ്രീ VM സുധീരൻ്റെ നേതൃത്വത്തിലുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം തെരഞ്ഞെടുപ്പിൽ ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു ചിത്രം ഏതാണ്ട് KPCCയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും സീനിയർ നേതാക്കന്മാരെ ഓരോ 14 ജില്ലകളിൽ വഹിച്ചു. ആ 14 ജില്ലകളിലും പാർട്ടിയുടെ ഏറ്റവും ഉന്നത നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്ത് ഓരോ നിയോജകമണ്ഡലത്തിലും അനുരൂപമായ സ്ഥാനാർത്ഥികളുടെ ഒരു 3-4-5 പേരുടെ ഒരു പാനൽ KPCCയുടെ മുമ്പിൽ. അത് 2-3 ദിവസത്തിനുള്ളിൽ KPCC അതിനെ കുറച്ചുകൂടെ ഷോർട്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വിടാൻ പറ്റിയ രീതിയിൽ നമ്മൾ തയ്യാറായി. അതായത് നിങ്ങൾക്ക് ഇനിയും ഒരു തർക്കത്തിനുള്ള സമയമുണ്ട്. 3-4 പേരുടെ പേരൊക്കെ ആണല്ലോ ഇപ്പോഴും തന്നെ ഉള്ളത്. ഇപ്പോൾ ഇന്ന് കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ആകെ കുഴഞ്ഞേനെ. ഈ അടിയൊക്കെ പെട്ടെന്ന് തീർക്കേണ്ടി വരും. ഇനിയിപ്പോൾ കുറച്ചൊക്കെ അടി നടക്കാനുള്ള സമയമുണ്ട്. ഈ ആളുകളുടെ എണ്ണമൊക്കെ ഇത്രയൊക്കെ ഉള്ളത് പരിഹരിച്ചെടുക്കാം എന്ന ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. ഡോക്ടർ ലാലി പറയുന്നതിനോട് ഞാൻ പകുതി സമ്മതിക്കുന്നതിൽ എനിക്കൊരു വ്യത്യാസമില്ല. കാരണം കോൺഗ്രസ് പാർട്ടി ചരിത്രപരമായ ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അഭിപ്രായങ്ങൾ കൂടുതലുണ്ടാവും, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും വരും. പക്ഷേ എന്നാലും കോൺഗ്രസിൻ്റെ ഈ 100-125 വർഷക്കാലത്തിൻ്റെ ശക്തമായ നിലനിൽപ്പ്, ഒരു 10-60 വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചതിൻ്റെ അതിശക്തമായ നേതൃത്വ പാഠവും ഈ കേരളത്തിൽ തന്നെയും കാലാകാലങ്ങളിൽ തുടർച്ചയായി 2 പ്രാവശ്യം മാറി, ഒരു തവണ മാത്രമാണ് ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലം മാത്രമാണ് ഒരു ഭരണ തുടർച്ച കിട്ടിയത്. ഇത്തവണ ഭരണ തുടർച്ചയുടെ ഒരു കാറ്റ് കേരളമെമ്പാടും കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി ഐക്യജനാധിപത്യം വിളിക്കുവാൻ അതിൻ്റെ ഒരു തെളിവാണല്ലോ അല്ലേ ഈ പിന്നെ ഇന്ദുലേഖയെ കിട്ടിയില്ലെങ്കിലും തോഴിയെ മതി എന്ന് പറഞ്ഞുകൊണ്ട് CPM നേതൃത്വം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുമ്പുകളിൽ അതിനെ വിഘടിപ്പിക്കാൻ ഒറ്റയ്ക്ക് ആളുകളെ പിടിക്കാൻ ഓടുന്നത് ആ വിരളി പൂണ്ട ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും ചിത്രമാണ് കേരളം തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ കാണുന്നത്. മുഹമ്മദ് റിയാസ്, നിങ്ങളുടെ നേരെയുള്ള ഒരു ആക്രമണത്തോടു കൂടിയാണ് ഡോക്ടർ ശൂരനാട് ഇപ്പോൾ ഈ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇത്രയും വൈകി പോകുമ്പോഴേക്കും നിങ്ങൾക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഇപ്പോൾ വന്നു നിൽക്കുന്നു എന്നൊരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. അത് അങ്ങനെ കുറച്ച് അങ്ങോട്ടേക്ക് നീണ്ടുപോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്നതാണോ? ലാൽ, ഒരു കാര്യം ഞാൻ പറയാം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് നാളെ ആയാലും ഇനിയിപ്പോൾ പറഞ്ഞ മെയ് 16-നായാലും UDFൻ്റെ സ്ഥിതി എന്താവുമെന്ന് എല്ലാവർക്കും അറിയാം. ജനം ഒരുവിധം നിശ്ചയിച്ചു കഴിഞ്ഞു. നല്ലൊരു യാത്രയപ്പ്, നല്ലൊരു സെൻഡ് ഓഫ് UDF ഗവൺമെൻറ് നൽകാൻ ജനം തയ്യാറായി കഴിഞ്ഞു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത, കേരളം ഇന്ന് വരെ കാണാത്ത റെക്കോർഡ് പോളിംഗ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകുക. റെക്കോർഡ് പോളിംഗ്, ഒരു തർക്കം വേണ്ട. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ന് വരെ കാണാത്ത രീതിയിലേക്കുള്ള ഹൈ പോളിംഗ് ഉള്ള തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. വേണമെങ്കിൽ അതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം വൈവിധ്യമാർന്ന മേഖലകളിലെ ജനങ്ങൾ വെറുത്ത ഒരു സർക്കാരിനെ എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കണമെന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി എല്ലാവിധ ജനങ്ങളും വന്ന് വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറും. UDF അദ്ദേഹം പറഞ്ഞതുപോലെ ശരിയാണ്. എപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാലും പ്രശ്നമില്ല, അവർ റെഡിയാണ്.
തോക്കാൻ റെഡിയായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്നായാലും നാളെ ആയാലും 16-നായാലും ഒക്കെ റെഡിയാണ്. ഇവിടെ വളരെ പ്രധാനമായി തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നൊരു വിഷയം UDF ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയം. നമ്പർ 2 അഴിമതി. നമ്പർ 3 മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കുന്ന സമീപനം. നമ്പർ 4 ഗുജറാത്ത് പോലെ, ഉത്തർപ്രദേശ് പോലെ, മഹാരാഷ്ട്ര പോലെ, മംഗലാപുരം പോലെ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ അജണ്ടകൾ ഈ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ, മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ ഇടതുപക്ഷം ശക്തിപ്പെടണം. ഈ 4 കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുകയാൽ ഈ 4 കാര്യങ്ങളാൽ ഇന്നലെ വരെ പല കാരണത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാത്തവർ ഉൾപ്പെടെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ. നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുന്നത് കൊണ്ട് നേരത്തെ ഡോക്ടർ ശൂരനാട് ആശങ്കപ്പെട്ടതുപോലെ ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ, ഇനിയും അങ്ങനെ മടിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരും കൂടി നിങ്ങളോടൊപ്പം UDF-ൽ നിന്നൊക്കെ വരാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് കൂടി സമയം കിട്ടുന്നു, അത് മുതലാക്കാൻ നിങ്ങൾക്കും സമയം കിട്ടുന്നു എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കേണ്ടതുണ്ടോ? ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി UDF-നകത്ത് കൃത്യമായ ആശയ നിലപാടിൻ്റെ ഭാഗമായി ആര് വരുമ്പോഴും അപ്പോൾ പരിശോധിക്കാമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ UDF പ്രധാനമായും മതനിരപേക്ഷത എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതി വെച്ച സെക്യുലറിസ്റ്റിക് താല്പര്യത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കോൺഗ്രസ് എന്ന UDF-നെ നയിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ വെള്ളം ചേർക്കുന്ന നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ട്. ആ അതൃപ്തി വലിയ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോട് ശക്തിപ്പെട്ടു വരും. മറുഭാഗത്ത് ജനവിരുദ്ധ നയങ്ങൾ, അഴിമതി, ഇതൊക്കെ ശക്തിപ്പെട്ടു വരും. ഇപ്പം തന്നെ UDF-ന് താങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതിനകത്തുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. കേരള കോൺഗ്രസ് എമ്മിനകത്തുള്ള പ്രശ്നം, RSPക്കകത്തുള്ള പ്രശ്നം, ജനതാദളിനകത്ത് വരെയുള്ള കോൺഗ്രസിനോടൊപ്പം നിലകൊള്ളുന്നതിലുള്ള അഭിപ്രായ വ്യത്യാസം, ഇതൊക്കെ ശക്തമായി നിലകൊള്ളുന്നു. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അടിയറ വെക്കുന്ന സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുസ്ലിം ലീഗ് ഏകപക്ഷീയമായി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. സാധാരണ ഒരു മുന്നണി നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇടപെടുമോ? ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്ത് തരം രാഷ്ട്രീയം വേണമെങ്കിലും നടത്താവുന്നതേ ഉള്ളൂ, അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്, തെരഞ്ഞെടുപ്പിന്റെ ശാസ്ത്രം. ആ നിലയ്ക്കുള്ള എല്ലാ കളികൾക്കും നിങ്ങൾക്കും സമയം കിട്ടുന്നുണ്ട് എന്ന് പറയേണ്ടി വരുമോ? അല്ല, ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തവർക്ക് അപ്പുറത്തേക്ക് പരമ്പരാഗതമായി അല്ലെങ്കിൽ ഇന്ന് വരെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്ത, പരമ്പരാഗതമായി UDF-ന് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗത്തിന് വോട്ട് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും. അതോടൊപ്പം നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾ കടുത്ത ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്നു. ജനാധിപത്യത്തിൻ്റെ മര്യാദ ലെവലേശം പാലിക്കാത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും പട്ടാപ്പകൽ കട്ട് പിടിച്ചിട്ടും എവിടെ തെളിവെന്ന് ചോദിക്കുന്നവർക്കെതിരെ ഒരു സ്ഥിരപാടെടുക്കാൻ ഒരു മലയാളി പൗരന് ഉള്ള ഒരു അവകാശമാണ് മെയ് 16. അതവർ നല്ല നിലയിൽ വിനിയോഗിക്കുക, ഒരു സംശയമില്ല. റൈറ്റ്. ശ്രീ VV രാജേഷ്, BJPക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി കുറച്ച് അങ്ങോട്ടായതും അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ മുന്നോട്ടായാലും എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ലാൽ, സംഘടനാപരമായി തെരഞ്ഞെടുപ്പിനെ ഏത് നിമിഷവും നേരിടാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ പ്രവർത്തകരും തയ്യാറാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കുറച്ചങ്ങോട്ട് നീണ്ടുപോയി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമോ അല്ലെങ്കിൽ വിഷമമോ ഉണ്ടാക്കുന്ന സംഗതിയല്ല. ഏത് സമയത്തായാലും തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ജനങ്ങൾ. ഇവിടെ എനിക്ക് റിയാസിനോടൊരു കാര്യം പറയാനുള്ള, റിയാസ്, ഇന്ന് മുതൽ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ച ആരംഭിക്കുക. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് റിയാസ് ചർച്ച ചെയ്ത മാനസികാവസ്ഥ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യരുത്. മാധ്യമപ്രവർത്തകരിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ബഹുമാനപ്പെട്ട ശ്രീ സീതാറാം യെച്ചൂരിയുടെ പശ്ചിമ ബംഗാളിലെ ടൂർ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ 8-9 പരിപാടികൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലത്തിലുള്ള പരിപാടികളെന്നാണ് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ റിയാസ് ഇപ്പോൾ ശക്തമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും ലീഗിലേക്ക് മന്ത്രിമാർക്കെതിരെ ഉന്നയിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങളുമായി സഖ്യം ചേർന്നുകൊണ്ടുള്ള മത്സരിക്കുന്ന കക്ഷിക്കെതിരെയാണ് ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. ശ്രീ VV രാജേഷ്, ഒന്ന് ഞാൻ ഇടപെടുന്നത്, ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇടപെടൽ മറ്റുള്ളവരുടെ ഇടയിൽ നടത്തിയില്ല. കാരണം അവരോടെല്ലാം അവരുടെ പാർട്ടിയുടെ നിലപാടുകളാണ് ചോദിച്ചത്. VV രാജേഷിനോട് BJPയുടെ നിലപാട് ചോദിച്ചപ്പോൾ അത് മാറ്റിവെച്ച് റിയാസിനോട് ഉപദേശം നടത്തുന്നു. ഇനി റിയാസ് അതിന് മറുപടി പറഞ്ഞു തുടങ്ങും. ഇങ്ങനെ വരുമ്പോൾ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ ചോദ്യം ഇതാണ്, BJP ഇങ്ങനെ ഇപ്പോൾ ഈ ഡേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ടായത് ഒരു ടെൻഷനിലാണോ കാണുന്നത്? കാരണം BDJSനെയൊക്കെ ഒരുവിധം പിടിച്ചു നിർത്തിയിരിക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിയാണെന്നുള്ളത് നമുക്കറിയാം. അതിങ്ങനെ സമയം നീണ്ടുപോകും തോറും
വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമോ എന്ന് നിങ്ങൾക്കും ആശങ്കയുണ്ടോ? ഞങ്ങൾക്ക് ആശങ്കയല്ല, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണെന്നുള്ളത്. കാരണം ഇന്നലെ BDJS-ൻ്റെ നേതാക്കന്മാർ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് ഈ ബന്ധം കുറേ കൂടി വളരെ ദൃഢമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുമായിട്ടുള്ള സീറ്റ് ചർച്ചകളൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. ഈ സീറ്റ് ചർച്ച പൂർത്തിയായി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നതോടുകൂടി ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജി ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയൊരു പ്രസംഗമുണ്ടല്ലോ. പാർലമെൻറ്റിൽ നരേന്ദ്രമോദിജി നടത്തിയ ആ പ്രസംഗത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ആ പ്രസംഗത്തോടുള്ള പ്രതികരണം, ഇന്ത്യയിലെ ജനങ്ങൾ ആ പ്രസംഗത്തെ സ്വീകരിച്ചത്, കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണം, കഴിഞ്ഞ ലാസ്റ്റ് ബഡ്ജറ്റ് മാത്രം മതി ഞങ്ങൾക്കിനി വരുന്ന 72 ദിവസം ജനങ്ങളുടെ ഇടയിൽ, അത് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും, കിഡ്നി പേഷ്യൻസിനെ, അതോടൊപ്പം തന്നെ പട്ടികവർഗ്ഗക്കാരെ, ഇനി ആ ബഡ്ജറ്റ് സ്പർശിക്കാത്ത ഏതെങ്കിലും ഒരു ജനവിഭാഗം. രാജേഷ്, ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കാൾ ഇപ്പോൾ വലിയ വൈറലായിരിക്കുന്നത് പ്രധാനമന്ത്രിയെ കുറിച്ച് കനയ്യകുമാർ ഇന്നലെ രാത്രി JNU-വിൽ നടത്തിയ പ്രസംഗമാണ്. അതൊക്കെയല്ലേ കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഒക്കെ ഇഫക്റ്റ് ഉണ്ടാക്കുക? നിങ്ങൾ ഈ ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന് പറയുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് പുറത്താണോ? കനയ്യകുമാറിനെ കൊണ്ടുവന്ന് കേരളത്തിൽ പ്രചരണം നടത്താൻ ഇടതുപക്ഷം റിയാസൊക്കെ ആലോചിച്ചിട്ടുള്ളതല്ലതാണ്. റിയാസ് ആ പ്രചരണം നടത്തുന്നതിന് മുമ്പ് ഒരു 54 പേജുള്ള വിധിന്യായം പ്രതിഭാറാണി എന്ന ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ ഒരു 54 പേജ് വരുന്നൊരു വിധിന്യായമുണ്ട്. അതിലൊരു 46, 48 പാരഗ്രാഫുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വ്യക്തമായി വായിച്ചതിന് ശേഷം വേണം കനയ്യകുമാറിനെ കേരളത്തിലും പശ്ചിമ ബംഗാളിലും കൊണ്ടുപോയി പ്രചരണം നടത്താൻ. ഞങ്ങൾക്ക് ഇത്തരം പ്രചരണങ്ങളൊക്കെ നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സംഭവം എത്രത്തോളം ചർച്ചയാകുമോ അത്രത്തോളം ജനങ്ങൾ ആ സംഭവത്തിൽ നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായി തന്നെ നിൽക്കും. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല. ഞങ്ങൾ തീരുമാനിച്ച് ഉറച്ചു തന്നെയാണ്. നിങ്ങൾ കേരളത്തിൽ ഈ റിയാസിന്റെ പാർട്ടിയെ ആണല്ലോ എന്ത് ചോദ്യം വന്നാലും ഈ എടുത്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ മറുപടിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലൂടെ അന്വേഷിക്കുന്നത്. ഒരു വക പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അല്ല, ഇവിടെ ഒന്ന് റിയാസ് മറുഭാഗത്തെ ഇങ്ങനെ അടച്ചാക്ഷേപിച്ചതുകൊണ്ടും കനയ്യകുമാറിൻ്റെ വിഷയം ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇടതുപക്ഷത്തിലേക്ക് വന്നത്. ഇവിടെ പറയാനായിട്ട് UDF-നെ കുറിച്ച് പറയാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തുറന്നാൽ മതി. റൺവേ ഇല്ലാതെ എങ്ങനെ നമുക്ക് വിമാനം ഓടിക്കാം, അതോടൊപ്പം തന്നെ കടലില്ലാത്തടത്ത് എങ്ങനെ കപ്പലിറക്കാം, കോച്ചില്ലാതെ എങ്ങനെ മെട്രോ ട്രെയിൻ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവേഷണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മുഖ്യമന്ത്രി. അപ്പോൾ ഈ ഗവൺമെൻറ് ഒരു പക്ഷേ സിദ്ധാർത്ഥ ശങ്കർ റേയുടെ പേരിൽ ആ കൂട്ടത്തിലേക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി എത്തിച്ചേരാൻ പോയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരൊറ്റ കാര്യം കൂടി, മഞ്ചേശ്വരത്തെ UDF-ൻ്റെ നേതാവ് അവിടുത്തെ MLA പറഞ്ഞിരിക്കുന്നു, BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ LDF-മായി സഖ്യം ചേരാൻ തയ്യാറാണ് എന്ന് മഞ്ചേശ്വരത്തെ MLA പറഞ്ഞിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ MI ഷാനവാസ് MP പറഞ്ഞല്ലോ, ഞങ്ങൾ 8ഓ 10ഓ സ്ഥലത്ത് കേരളത്തിൽ ഞങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ BJP-ക്ക് നിയമസഭയിൽ എത്താൻ സാധിക്കുകയില്ലെന്ന്. എനിക്ക് ഒരു കാര്യത്തിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. 2011 തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെ വളരെ വ്യക്തമായി ചിന്തിച്ചിട്ടുണ്ട്. BJP-യുടെ ഈ മൂന്ന് പാർട്ടികളുടെയും വിശദീകരണങ്ങൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ കേട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിസിൽ ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ടിൽ ആണ് തുടങ്ങുന്നതെങ്കിൽ പോലും ചിലർക്കൊക്കെ അവരുടേതായ തനതായ ചില മുന്നേറ്റങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായത് അവരുടെ അക്കൗണ്ടിലുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തു തരം ഓട്ടമാണ് നടക്കുന്നത്, ആരൊക്കെ എവിടെയൊക്കെയാണ്? ഇല്ല, അപ്പോൾ ഈ 3 പേര് പറഞ്ഞതും വെച്ചുകൊണ്ട് 3 തരത്തിലുള്ള ആത്മവിശ്വാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിര് കവിഞ്ഞ ആത്മവിശ്വാസം എൻ്റെ അഭിപ്രായത്തിൽ ആർക്കും ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എപ്പോഴും ഈ 77 ഒഴികെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഭരണവിരുദ്ധ വികാരം പലപ്പോഴും ആഞ്ഞടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ 2011 അത്രയും വലിയ പ്രശ്നം ഉണ്ടാവാതിരുന്നത്. ഒന്ന്, ആ CPM-നകത്തുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഭരണ തുടർച്ച പോലും ഉണ്ടാകാമായിരുന്നുള്ളത്. നമുക്ക് 72 സീറ്റിൻ്റെ ഇത് മാത്രമാണ് UDF-ന് കിട്ടിയിരുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞ തവണയാണ് കാര്യമായിട്ട് കണ്ടിരുന്നത്. ഇത്തവണ അതല്ല. ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിന് വേണ്ട എല്ലാ വളക്കൂറും ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷത്തിൽ 2 വർഷം പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഈ സോളാർ കേസും ബാർ കോഴ കേസും ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും
ജനങ്ങൾ തീർത്തും അവഗണിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സ്വാഭാവികമായിട്ടും ചർച്ചയുള്ളതാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ തുറന്നാൽ രാജേഷ് പറഞ്ഞ പോലെ ധാരാളം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ പ്രതികരണം വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നറിയാം. അതേ സമയത്ത് തന്നെ വികസനത്തിൻ്റെ ഒരു അജണ്ട, അത് കൈരളി TV തന്നെ നേരത്തെ പുറത്തുവിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ UDF നെയും LDF നെയും ഒരുമിച്ച് വെച്ച് നോക്കിയാൽ ആളുകളുടെ മുമ്പിൽ ഒരു വികസനത്തിൻ്റെ താല്പര്യം, വികസനത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന UDF ആണെന്ന് തോന്നൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ വേണ്ട രീതിയിൽ കൗണ്ടർ ചെയ്യുന്നതിൽ ഇപ്പോഴും LDF കഴിഞ്ഞിട്ടില്ല. നേരത്തെ രാജേഷ് പറഞ്ഞതിനായിട്ട് പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ കോഴിക്കോട് ഇന്ന് കോഴിക്കോട്ട് ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്, ലൈറ്റ് മെട്രോയുടെ കാര്യം. ലൈറ്റ് മെട്രോ കോഴിക്കോട്ട് ഞാൻ ഒരു കോഴിക്കോട്ടുകാരനാണ്, എനിക്കറിയാം ലൈറ്റ് മെട്രോ വരുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടം പോലും എത്തിയില്ല. ഇപ്പോൾ പറയുന്നൊരു മേൽപ്പാലത്തിൻ്റെ കാര്യം പറയുന്നത്, പന്നിയങ്കര മേൽപ്പാലം എന്ന് പറയുന്നത് ആ റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള പയ്യാനക്കൽ ഭാഗത്തേക്ക് പോകുന്നുള്ളൊരു മേൽപ്പാലമാണ്. അപ്പോൾ ഇതൊക്കെ ആളുകളുടെ മുമ്പിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു അത് റിയാസിൻ്റെ പാർട്ടിക്ക് അത്ര ശക്തമായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അതിന് കവിഞ്ഞ ആത്മവിശ്വാസത്തിനപ്പുറത്ത് ഉള്ളൊരു പ്രശ്നം ഈ LDF-നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ജയിക്കുമെന്ന് ഇപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സ്വാഭാവികമായും കിട്ടുന്നൊരു മേൽക്കൈ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജെയുടെ ജോസഫ് പോയില്ലെങ്കിൽ പോലും നമുക്കറിയാവുന്നതാണ്, ആ ജോസഫ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഈ ആളുകളിൽ, ഉന്നതാധികാര സമിതിയുടെ ആളുകളിൽ 7 ആളുകളിൽ 3 പേരെന്ന് പറയുന്നത്, ഒന്ന് ജോസഫ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് 3-4 വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ട്, മന്ത്രിയാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ വിരമിച്ചൊരവസ്ഥയിലാണ്. കുരുവിളയുടെ കാര്യവും അങ്ങനെയാണ്. മോൻസ് സ്വാഭാവികമായിട്ടൊരു MLA സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുന്നതാണ്. ആ പാർട്ടിയുടെ ആ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടിരുന്ന 4 പേര് പ്രത്യേകിച്ച് 3 പേര്, ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഒക്കെയാണല്ലോ അതിശക്തമായിട്ട് മാണിയെപ്പോലും സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അവരിപ്പുറത്ത് വന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതാണ് ഈ അടുത്ത കാലത്ത് LDF-ന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ ഈ ചെറിയ കാര്യങ്ങളാണെന്ന് കാണുന്ന കാര്യങ്ങൾ കൂടി വലിയ കാര്യങ്ങളാകും. ശ്രീ ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, നിങ്ങൾ ഈ വികസനം മാത്രം പറഞ്ഞുകൊണ്ടാണ് അഴിമതിയെക്കുറിച്ചും നിങ്ങൾക്ക് നേരെയുള്ള ആരോപണങ്ങളെയൊക്കെ നിങ്ങൾ കീഴ്പ്പെടുത്താൻ പോകുന്നത്. പക്ഷേ ആ വികസനത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ കേൾക്കുന്ന കഥകൾ ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. ഈ പൈലറ്റ് ഇല്ലാതെ പ്ലെയിൻ ഓടിക്കുന്നതും ഈ കപ്പിത്താൻ ഇല്ലാതെ കപ്പൽ ഓടിക്കുന്നതും ഒക്കെയാണ് തമാശയ്ക്കാണെങ്കിലും പറയുന്നതൊക്കെ. പക്ഷേ ഈ കാര്യങ്ങൾ ഇന്നും നടത്തിയ ഉദ്ഘാടനങ്ങൾ പോലും ഈ രീതിയിലാണ് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതെന്ന് വരുമ്പോൾ കുറച്ചുകൂടി സമയം ജനങ്ങൾക്ക് കിട്ടുകയാണ്. അവർ ആലോചിച്ച് കാര്യങ്ങൾ കണ്ടെത്തും. ജനവിരുദ്ധത ഭരിക്കുന്ന സർക്കാരിന് സ്വാഭാവികമായി ഉണ്ടാകാവുന്നതാണ്. നിങ്ങൾ ഈ ഒരുക്കം മതിയോ? ഞാൻ എനിക്കൊരു ചെറിയ സമയം തരണം. എന്താണെന്ന് വെച്ചാൽ രാജേഷിന് ഒരു ചെറിയ മറുപടി എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞത് പൂർത്തീകരിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. എന്ന് വെച്ചാൽ എന്തിനാണ് ഈ ഇടതുപക്ഷ മുന്നണി എന്ന് പറയണ്ട, എന്തിനാണ് CPM ഇത്രയും അങ്കലാപ്പ് കാണിക്കുന്നത്? കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ UDF-ൽ നിന്ന് ഒരു പാർട്ടി അടർത്തിയെടുക്കാൻ എത്ര അത്യധ്വാനമാണ് അവർ നടത്തിയത്. കേരള കോൺഗ്രസിനെ മൊത്തമായി കിട്ടും, അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ML നിന്ന് ജോസഫ് ഗ്രൂപ്പിനെ അടർത്തി മാറ്റാം. എന്ത് അത്യധ്വാനം! RSP കിട്ടാൻ വേണ്ടി എന്തെല്ലാം പാടുപെട്ടു. അവർ എത്ര അത്യധ്വാനം നടത്തിയാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങിപ്പോകാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ. അവർക്ക് പോകാൻ നിങ്ങളും കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒറ്റ സെക്കൻഡേ ഞാൻ പറയുന്നുള്ളൂ. അത് കിട്ടാതെ വന്നപ്പോൾ എന്തൊരു ആക്രമണം! ഇതുപോലൊരു അരാജകത്വം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വരാൻ കഴിയുമോ? ഒരു പാർട്ടിയിലെ 3 പേരെ പിടിച്ചോണ്ട് പോവുക. പക്ഷേ VS അന്തസ്സായ മറുപടി പറഞ്ഞു. ഈ വന്നവൻ്റെ പഴയകാല ചരിത്രം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെയാണ് VS-ൻ്റെ പ്രസക്തി ചിലപ്പോഴെങ്കിലും. ബാക്കി അത് ഞാൻ പറയേ, ഇന്ദിരാഗെ കിട്ടിയില്ലെങ്കിൽ തോഴിയെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന CPM-ൻ്റെ ഒരു സ്ഥിതി അവിടെ. RSP എന്ന് പറയുന്ന ദേശീയ പാർട്ടി, അവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടിയിൽ ആരെയും കിട്ടിയില്ല. 4 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ഒരാളെ, ഒരു MLA അവർ സ്ഥാനാർത്ഥി തമ്മിൽ കൊടുക്കില്ല എന്ന് RSP പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കിട്ടി. കോവൂർ കുഞ്ഞുമോൻ എൻ്റെ നാട്ടുകാരനാണ്, കിട്ടി. ശരി, അത് മതി. ഇതൊരു RSP. എന്തധ്വാനമാണ്! ഇതൊരു അരാജകത്വമല്ലേ? ഒരു ഭാഗം ഞാനത് നിർത്തുന്നു. രണ്ടാമത്തെ ഭാഗം, രാജേഷ് ഞാനുമായിട്ട് നല്ല സുഹൃത്താണ്. പക്ഷേ ഈ 2 ബഡ്ജറ്റ് മതിയല്ലോ ഞങ്ങൾക്ക് കേരളത്തിൽ ഭരണം അല്ലെങ്കിൽ എന്തെങ്കിലും വോട്ട് കിട്ടാനെന്ന് പറഞ്ഞു. ഈ 2 ബഡ്ജറ്റുമാണ് ഇവർക്ക് ശാപമായി മാറിയത്. BJP ഈ ബഡ്ജറ്റ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വന്നതെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ കുറച്ചൊരു ആനുകൂല്യം 1% കിട്ടുമായിരുന്നു. 2 ബഡ്ജറ്റ് ഒന്ന് നോക്കാം. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഏതാ റെയിൽവേ ബഡ്ജറ്റ് ഒരു തീവണ്ടി പോലും കേരള സംസ്ഥാനത്തേക്ക് തരാത്ത റെയിൽവേ ബഡ്ജറ്റ്, ഒരു ലൈൻ പോലും കേരളത്തിലേക്ക് തരാത്ത റെയിൽവേ ബഡ്ജറ്റ്. മറ്റേ ബഡ്ജറ്റോ പൊതു ബഡ്ജറ്റോ കേരളത്തിലെ ഇത്രയും അവഗണിച്ച ഒരു ബഡ്ജറ്റ് 5 വർഷം കൊണ്ട് കാർഷിക മേഖലയെ ഇരട്ടിമാക്കുമെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ നാണ്യവിളകൾ, റബ്ബർ, തെങ്ങ്, നമ്മുടെ നെല്ല്,
ഇതിനൊന്നും 5 പൈസ മാറ്റി വെച്ചില്ല ഈ ബഡ്ജറ്റിൽ. ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. റബ്ബർ 132 കോടി വെച്ചത് റബ്ബർ ബോർഡിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയാ. Right. 500 കോടി രൂപ കേരള ഗവൺമെന്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ 500 കോടി രൂപ നിങ്ങളൊരു 1000 കോടി കൂടെ തന്നാൽ വില സ്ഥിരത ഫണ്ട് കേരള സംസ്ഥാനത്തുണ്ടാക്കി റബ്ബറുകാർക്ക് കാശ് കൊടുക്കാം എന്ന് പറഞ്ഞു. മോഡി കൊടുത്തല്ലോ. മുഹമ്മദ് റിയാസ്, എന്തായാലും കൊടുത്തല്ലോ. കോൺഗ്രസ് ഈ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. വി രാജേഷ്, ആദ്യം നിങ്ങളെ അടിക്കും, ആരെങ്കിലും ചോദിച്ചാൽ അപ്പുറത്തുള്ള ലിസ്റ്റും കൂടി പറയാനുമുണ്ട്. ഇതാണ് അവസ്ഥ. ഞാൻ ഓടിച്ചു പറയാം. വികസനത്തിൻ്റെ പൊള്ളത്തരം, മെട്രോ ആയാലും വിഴിഞ്ഞം പദ്ധതി ആയാലും സ്മാർട്ട് സിറ്റി ആയാലും കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം ആയാലും എന്ത് എന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടന്ന് ഉദ്ഘാടനം ചെയ്യും. ഇത്രയും ദിവസം എന്തായിരുന്നു അദ്ദേഹത്തിന് പണി? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസവും അതിൻ്റെ തൊട്ട് തലേന്നും ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യണമായിരുന്നു. ഇതൊക്കെ നേരത്തെ ചെയ്തുകൂടായിരുന്നു. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ തട്ടിപ്പല്ലേ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത്. രണ്ടാമത് ജനവിരുദ്ധ നയം. ഇപ്പോൾ ഇവിടെ കാർഷിക മേഖലയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാനത് പറയുകയാണ്. ഇപ്പം തകർച്ച നേരിടാൻ വേണ്ടി ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്തു? റബ്ബർ കർഷകരുടെ പ്രശ്നം മാത്രം നമ്മൾ നേരത്തെ കുറേ ചർച്ച ചെയ്തതാണ്. അതിൽ താങ്ങുവില പ്രഖ്യാപിച്ചത് നൽകാത്തതും അതിനോടെടുത്ത സമീപനവും. ഇനി പ്രധാനപ്പെട്ട യുവജനങ്ങൾ, നമ്മുടെ വോട്ടർമാരിൽ വലിയൊരു ശതമാനം യൂത്താണല്ലോ. കേരളത്തിലെ യൂത്തിന് എന്ത് നൽകി ഗവൺമെൻറ്? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. തൊഴിലന്വേഷണകരായ യുവജനങ്ങൾക്ക് ഒരു പുതിയ പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ? 36 ലക്ഷം തൊഴിലവസരങ്ങളാണ് UDF വാഗ്ദാനം ചെയ്തത്. 36 ലക്ഷം. IT മേഖലയിൽ 5 ലക്ഷം തൊഴിലവസരങ്ങളാണ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം പണി തീരാത്ത ആ ചായക്കടയും ഒരു ATM കൗണ്ടറും മാത്രമുണ്ടായ സ്മാർട്ട് സിറ്റിയിൽ ഒരു 500 ആൾക്ക് പോലും പണി കൊടുത്തിട്ടില്ല. അപ്പോൾ 5 ലക്ഷം തൊഴിൽ പറഞ്ഞ IT മേഖലയിൽ ഒരു 500 ആൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. 36 ലക്ഷം പേർ തൊഴിൽ നൽകുന്നു. PSC കൊണ്ട് മാറ്റി നിർത്തിയാൽ 1000 പേർക്ക് പോലും തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? ഇനി PSCൻ്റെ സ്ഥിതി എന്താ? പിന്നെ എങ്ങനെയാണ് യൂത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുക? പിന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തൊഴിൽ അവസരങ്ങളിലെ പൊതുമേഖലകൾ. കേരളത്തിലെ 2006 മുതൽ 2011 വരെ ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഗവൺമെന്റ് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത സഖാവ് എളമരം കരീമിന്റെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിച്ചത് നഷ്ടത്തിലായത് ലാഭത്തിലാക്കി. ശ്രീ AK ആന്റണിയുടെ ബേപ്പൂൽ കപ്പൽ നിർമ്മാണശാലയുടെ ഉദ്ഘാടനത്തിലെ പ്രസംഗം, ഏറ്റവും നല്ല വ്യവസായ വകുപ്പിനുള്ള അവാർഡ് വാങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നെന്താ സ്ഥിതി? പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു, അവിടെയും പ്രതീക്ഷയില്ല. കാർഷിക മേഖല തകരുന്നു. പരമ്പരാഗത വ്യവസായം ഓരോന്ന് ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. എൻ്റെ പ്രിയപ്പെട്ട UDF സുഹൃത്തിനോട് ഓരോ പരമ്പരാഗത വ്യവസായം സമയം തരികയാണെങ്കിൽ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ പറയുന്നതിന്റെ ശക്തി പോരാന്നാണ് സജീവൻ നിരീക്ഷിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് സ്വതന്ത്രമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള ജനാധിപത്യപരമായ അവകാശമുണ്ട്. ഞങ്ങൾ BJP അല്ല. ആളുകളുടെ അവകാശം, അഭിപ്രായ അവകാശത്തിന് മുകളിൽ കടന്നു കയറി അസഹിഷ്ണുതയോട് പെരുമാറാൻ ഞങ്ങൾ BJP അല്ല. ഞങ്ങൾ അതുപോലുള്ള ഫാസിസ്റ്റ് പ്രവണതകളാൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനവുമല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം. പക്ഷേ അഭിപ്രായത്തിൽ വിയോജിപ്പ് പറയാനുള്ള അവകാശം എനിക്കുമുണ്ട്. ഇവിടെ എന്താ വിഷയം? ഇവിടെ എന്ത് വികസനമാണ് UDF കൊണ്ടുവന്നത്? ഇപ്പൊ പറഞ്ഞ സ്മാർട്ട് സിറ്റി, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ സ്മാർട്ട് സിറ്റിയിൽ എന്തുള്ള ഒരു ചായപ്പൊടി ഉണ്ട്, ഒരു ATM കൗണ്ടർ ഉണ്ട്, വേറെ എന്തുണ്ട്? കണ്ണൂർ വിമാനത്താവളം, ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. കണ്ണൂർ വിമാനത്താവളം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പോരാട്ട നാടകം. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ കോഴിക്കോട്ടെ മെട്രോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് എന്തേ കേന്ദ്ര ഗവൺമെന്റ് അന്ന് കോൺഗ്രസ് ആയിരുന്നല്ലോ ഇതിന് അനുമതി കൊടുക്കാഞ്ഞത്? ഓരോ പദ്ധതികളും പരീക്ഷിച്ചു നോക്കൂ. അപ്പൊ വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്നൊരു ഭാഗത്ത് പറയുന്നു. അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന കേന്ദ്ര അംഗീകാരം വേണ്ടിയിരുന്ന പദ്ധതികൾ കേന്ദ്രത്തിലെ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇല്ലാതാക്കുന്നു. അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 11 മന്ത്രിമാർക്ക്, ഇന്ത്യയിൽ വ്യത്യസ്ത വകുപ്പുകളിലെ മികച്ച മന്ത്രിമാർക്കുള്ള അവാർഡ് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. അതിന് പോലും വയലാർ രവിയെ പോലെയുള്ള നേതാക്കന്മാരെ വെച്ച് ഇടപെടിച്ചതെന്ന് കേരളം ചർച്ച ചെയ്തതാണ്. അപ്പൊ UDF എന്തെന്ന് എല്ലാവർക്കും അറിയാം. ഇതോടൊപ്പമാണ് പ്ലസ് അഴിമതി വരുന്നത്. അഴിമതി ഒരു പ്രധാന പ്രശ്നമായി വരുന്നത്. പിന്നെ BJPയെ കുറിച്ച് സ്റ്റേറ്റിലൊന്നും പറയേണ്ടതില്ല. BJP ഒരു കാര്യം ചെയ്താൽ മതി, അമിത്ഷായെയും അതുപോലുള്ള കേന്ദ്ര നേതാക്കന്മാരെ ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറക്കിയാൽ കേരളമായതുകൊണ്ട് തന്നെ BJPയുടെ കാര്യം ഏറെക്കുറെ. ശ്രീ വി രാജേഷ്, അതാണ് BJPയെ കുറിച്ച് പറയാൻ BJPക്ക് അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാകേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വലിയ രാഷ്ട്രീയ പടക്കങ്ങളൊക്കെ അവിടെ ഇവിടെ പൊട്ടിച്ച് ചില സമയത്ത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കി വാർത്ത ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ എന്ത് ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ 2 ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ പോലും പറയാനുള്ളത് ഇതൊക്കെയാണ് എല്ലാവർക്കും. അല്ല, എനിക്ക് അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട ശൂരനാട് പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണ് പറയാനുള്ളത്. 100 ട്രെയിൻ ഓടേണ്ട സ്ഥലത്ത് 70 ട്രെയിനേ ഓടാവുള്ളൂ എന്നുള്ള നിയമം ഇരിക്കെ 120 ട്രെയിൻ ഓടുന്ന കേരളത്തിൽ
റെയിൽവേ പാളം അനുവദിക്കാൻ വേണ്ടി സ്ഥലമെടുക്കാൻ ഈ ഗവൺമെൻറ്റിന് ഒരു ചെറുവിരൽ പോലും ചലിപ്പിക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ് പറയുന്നത് ട്രെയിൻ കൊടുത്തില്ല എന്ന്. 25,000 കോടി രൂപ നിതിൻ ഗഡ്കരി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി 50 കോടി ചോദിച്ചപ്പോൾ 24,000 കോടി രൂപ റോഡ് വികസനത്തിന് വേണ്ടി കൊടുത്ത കാര്യം അദ്ദേഹം മറന്നുപോയി. വേറൊന്ന് റബ്ബർ, എല്ലാ കരാറിലും ഒപ്പിട്ട് UPA ഭരിച്ചിരുന്നപ്പോഴേക്കും റബ്ബറിൻ്റെ വില 80 രൂപ വരെ താഴ്ന്ന പാർട്ടിയുടെ പ്രതിനിധിയാണെന്ന് പറയുന്നത് ഇപ്പോൾ റബ്ബറിൻ്റെ വില താഴ്ന്നിരിക്കുന്നത്. അദ്ദേഹം പരാമർശ വിഷയം മാത്രമായതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. പിന്നെ റിയാസ് ഇവിടെ BJP കുറിച്ച് പറഞ്ഞു. റിയാസ്, അമിത്ഷാ വരും, നരേന്ദ്രമോദി വരും, BJPയുടെ ചെറുതും വലുതുമായുള്ള ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും കേരളത്തിൽ പ്രചരണം നടത്താൻ വരും. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ആ നേതാക്കന്മാരെല്ലാം ഇന്ത്യയിൽ എവിടെ പോയാലും ഏറ്റവും കുറഞ്ഞ 50,000 പേര് ഒരുമിച്ച് കൂടും. സീതാറാം യെച്ചൂരിയും പ്രകാശ് കരാട്ട് ഉൾപ്പെടെയുള്ളവരെ നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കൊണ്ടുപോയി പ്രചരണം നടത്തിക്കോ, എത്ര സീറ്റ് ലഭിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരുടെ ജനപിന്തുണയുടെ അളവുകോളൊന്നും നമുക്കിവിടെ വെച്ച് പരിശോധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം റിയാസിനോട് പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് സഖ്യം ചേർന്നുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിച്ച ശേഷം കേരളത്തിൽ മാത്രം വന്ന് ഈ ശത്രുത പറയുമ്പോഴേക്കും ഇവിടെ പ്രചരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതൊന്ന് റിയാസ് ഒരു മിനിറ്റ് എനിക്കൊന്ന് പറഞ്ഞു തരണം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ചിത്രമുണ്ട്, കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ലാല് കണ്ടാണല്ലോ, പറഞ്ഞോളൂ കാര്യം. ഒരു ചിഹ്നമുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഈ ചിഹ്നം എന്താണ് എന്ന് ഓർത്തോ. ഇതാണ് ഇന്ത്യയിൽ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നക്ഷത്രം ഭരണത്തിലേറുന്നു എന്നാണ് VV രാജേഷ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ വേണമെങ്കിലും വായിച്ചെടുക്കാം. മറുപടി പറഞ്ഞു പെട്ടെന്ന്. BJP ആഫീസിൽ ഇരിക്കാനല്ല നേരം കിട്ടിയത്. കോഴിക്കോട്ടെ ലീഗ് ഹൗസിൽ തലയിൽ മുണ്ടിട്ട് പോയി ചർച്ച നടത്തിയതും KG മാരാരുടെ ആത്മകഥയും കോലീബി സഖ്യവും ഒക്കെ ഉണ്ട്. നിങ്ങൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ. ഇവിടെ VV രാജേഷ് ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കന്മാർ കേരളത്തിലെ ഉമ്മൻചാണ്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ്. അതൊക്കെ വോട്ടെണ്ണുമ്പോൾ കാണാം. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താ രാജേഷേ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ നേതാക്കന്മാർ വന്ന ആൾ കൂടില്ല എന്നല്ല. നിങ്ങളുടെ നേതാക്കന്മാർ വരുന്നതാണ് നല്ലത്. അമിത്ഷാ വരുമ്പോൾ ഗുജറാത്തിലെ വംശീയതയുടെ ഗന്ധം ഈ കേരളത്തിലുണ്ടാകും. അത് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ മെയ് 16 പറയും. നിങ്ങളുടെ ഓരോ കേന്ദ്ര നേതാക്കന്മാരും, സ്മൃതി ഇറാനി മുതൽ ഓരോ നേതാക്കന്മാരും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ സംസ്ഥാന ഘടകം പലപ്പോഴും ഒരു കേരള BJP ആയി നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നു, ദേശീയ BJP ആയി നിങ്ങൾ പറയുന്നില്ല. ശ്രീ സജീവൻ, എന്തായാലും ഇതാണ് തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഇനിയുള്ള 73 ദിവസത്തോളം ഇതിന്റെ വ്യത്യസ്തമായ രീതികളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും. പെട്ടെന്ന് ചുരുക്കി പറയാമെങ്കിൽ എന്താണ് താങ്കൾ പ്രവചിക്കുന്നത്? ഈ 1-ാം മണിക്കൂറിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യത പ്രചരണ രംഗത്ത് കാണുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വലിയ മാറ്റങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. നേരിയ മേൽക്കൈ ഉള്ളത് LDFന് തന്നെയാണ്, ഒരു സംശയമില്ല. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഈ UDFിൽ നിന്നുള്ള 4 പേരെന്ന് UDFുകാർ പറയുന്ന കുറേ പേര് ഒരു പാർട്ടിയുടെ ഒരു ഭാഗം തന്നെ ഇങ്ങോട്ട് മാറിയ നേട്ടമുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ LDFന് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇനിയുള്ള ഈ 73 ദിവസങ്ങൾ എന്ന് പറയുന്നത് കുറേ പ്രശ്നങ്ങൾ, ഓരോ പാർട്ടിക്കും അവനവൻ കടമ്പയായിട്ടുള്ള ഇതുണ്ട്. കോൺഗ്രസ്സിൽ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ പലപ്പോഴും പല മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളെ പിറകിൽ നിന്ന് കുത്തിയ കഥകൾ നമുക്ക് കേട്ടാണ്. അതേപോലെ പിറകിൽ നിന്ന് കുത്തലുകൾ പലപ്പോഴും ഉണ്ടാവും. CPMൽ പോലും ശ്രദ്ധിക്കേണ്ടത് മറ്റു പല ഘടകങ്ങളെയുമല്ല, സ്വന്തം പാർട്ടിക്കകത്തു നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഞാൻ വളരെ വിശദമായിട്ട് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരിയ മേൽക്കൈ എന്തായാലും LDFന് തന്നെയാണ്. യെസ്, എന്തായാലും എല്ലാ പാർട്ടികളും കൂടി ഒന്ന് അമർന്നിരുന്ന് ചിന്തിക്കാനുള്ള സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, PM മുഹമ്മദ് റിയാസ്, VV രാജേഷ്, ശ്രീ സജീവൻ.